നമുക്കിന്ന് മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാനിപ്പോൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുള്ളത്. അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് വഴന്ന് തുടങ്ങിയാൽ ഉടനെ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളിയോളം ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും, ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. വലിയ പച്ചമുളക് കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 20 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിനുടനെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഒരു 20 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം വരും. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുളിവെള്ളത്തിനോടൊപ്പം ഒരു 1.5 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് വറ്റി വരട്ടെ. കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചാറൊക്കെ ഈ മീനിൻ്റെ മേളിൽ വീഴുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം തവി വെച്ച് ഇങ്ങനെ ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. മീൻ ഇടുന്നതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഉപ്പും പുളിയും എരിവൊക്കെ മീനിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ. മീനിട്ട് കഴിഞ്ഞാൽ നമുക്ക് തവി വെച്ചൊന്നും ഇളക്കാൻ പാടില്ല. ഈ തുണി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.